بسم الله والحمد لله والصلاة والسلام على رسول الله. أما بعد فهذا هو الدرس الثامن والعشرون. إبراهيم ചോദിക്കുന്നു ماذا تفعلين يا بنتي നീ എന്താണ് ചെയ്യുന്നത് يعني يا بنتي ഓ മകളെ. അപ്പോൾ സുആദ് പറഞ്ഞു أكوي الثياب التي غسلناها أمس ഇന്നലെ ഞങ്ങൾ കഴുകിയ സിയാബ് വസ്ത്രങ്ങളെ ഞാൻ ഇസ്തിരിടുകയാണ്. അപ്പോൾ ഇവിടെ അക്വി എന്നുള്ള ഫേലുണ്ട്. അക്വി കവായ് അക്വി ഈ ഫേലിൻ്റെ അവസാനം യാ ആണ്, അഥവാ ഇത് ഒരു ഹർഫ് ഇല്ലയാണ്. അപ്പോൾ ഇതാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഒരു ഫേലിൻ്റെ അവസാനത്തെ വാക്കിൽ ഹർഫ് ഇല്ല വരുമ്പോൾ, ഹർഫ് ഇല്ല എന്ന് പറയുമ്പോൾ വാവ് അലിഫ് യ, ഇതിലേതെങ്കിലും ലെറ്റേഴ്സ് വരുമ്പോൾ ഇതിനെ നമ്മൾ നാഖിസ് എന്ന് പറയും. ആദ്യം നമ്മൾ മിസാൽ പഠിച്ചു. മിസാൽ ആദ്യത്തെ ഹർഫില്ലാകുമ്പോൾ, പിന്നെ അജ്വഫ് പഠിച്ചു, അത് മിഡിൽ ലെറ്റർ. ഇനി നാഖിസ് ആണ് പഠിക്കുന്നത്, അത് അവസാനത്തെ ലെറ്റർ. അപ്പോൾ അക്വി അസിയാബ അല്ലത്തി ഗസ്സൽനാഹ അംസി ഇന്നലെ കഴുകിയ വസ്ത്രങ്ങളെ ഇസ്തിരിടുകയാണ്. അപ്പോൾ ഇബ്രാഹിം ചോദിച്ചു അക്കവൈതൽ ഖമീസൽ അബ്യദ നീ വെളുത്ത ഷർട്ട് ഇസ്തിരിട്ടോ. അക്കവൈത ഇത് മാദിയാണ്. അപ്പോൾ സ്വാദുർ നഅം കവൈതുഹു അതെ ഞാനത് ഇസ്തിരിട്ടു. അപ്പോൾ ഇബ്രാഹിം ചോദിച്ചു വൽ ഖമീസ് അൽ അഖ്ദറ പച്ച ഷർട്ടോ. സ്വാദുർ ല ലം അക്വിഹി ബഅദു ഇല്ല, അത് ഞാനിപ്പോഴും ഇസ്തിരിട്ടിട്ടില്ല. സ അക്വീഹി അൽ ആന ഇൻഷാ അല്ലാഹ് ഞാനതിപ്പോൾ ഇസ്തിരിയിടാം. ഇബ്രാഹിം ചോദിച്ചു വൽ മനാദീലു അക്കവൈതഹ മനാദീൽ ഹാൻകർച്ചീഫുകൾ അത് നീ ഇസ്തിരിട്ടോ. അപ്പോൾ സ്വാദറു ഉമ്മി കവത്ഹ ഫി സബാഹി ഉമ്മ അത് രാവിലെ ഇസ്തിരിട്ടു. അപ്പോൾ ഇവിടെ കവത്ഹ എന്ന് പറഞ്ഞു, ഇത് ഇവിടെ യാഇനെ ഹദ്ഫ് ചെയ്യുന്നുണ്ട്. കവത്ഹ ഉമ്മി കവത്ഹ ഫി സബാഹി. ഇത് തഅനീസ് വരുമ്പോൾ ആ യാഇനെയും യാ ശരിക്കും അത് മാദിയിൽ അലിഫായിട്ടാണ് വരിക കവാ. അപ്പം രണ്ട് സുക്കൂന് ഒരുമിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ അലിഫിനെ കളയുന്നത്. ഇത് അസ്ല എന്താണ് കവാ ഹ എന്നാണ്, അപ്പോൾ അലിഫിനെ കളയുന്നു. അപ്പോൾ ഇബ്രാഹിം പറഞ്ഞു അതുരീദീന അൻ തഖൂലി ലി ഷൈഅൻ അതുരീദീന അൻ തഖൂലി ലി ഷൈഅൻ നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ. അൻ തഖൂലി, അപ്പോൾ ഇവിടെ തഖൂലീന എന്നുണ്ട്, അന്നൂനെ ഹദ്ഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാദ് പറയുന്നു നഅം ഇന്ന ജമീലതി സൽവ ദഅത്നി ഇലാ ബൈതിഹ ഹാദൽ മസാഅ എൻ്റെ ജമീലത്തി എൻ്റെ സഹപാഠിനി സൽവ എന്നെ ഇന്ന് അവളുടെ വീട്ടിലോട്ട് ദഅത്നി ക്ഷണിച്ചിരിക്കുന്നു. ദഅത്നി ഇതാണ് ആദ്യത്തെ ഇവിടുത്തെ ഫിഅല്. ഇത് ദഅ യദ്ഉ എന്നുള്ള ഫിഅലാണ്. ഇവിടെ ഒരു അലിഫുണ്ട്, ദഅത് നീ എന്നാണ്. ആ അലിഫിനെ ഇവിടെ കളയുന്നു, കാരണം രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഫഅർജു അൻ തസ്മഹ ലി ബിദ്ദഹാബി ഇലാ ബൈതിഹാ ബഅദ സ്വലാത്തിൽ അസ്രി ഫഅർജു അതുകൊണ്ട് ദയവായി അൻ തസ്മഹ ലി നിങ്ങൾ എന്നെ അനുവദിക്കണം ബിദ്ദഹാബി ഇലാ ബൈതിഹ അവരുടെ വീട്ടിലോട്ട് പോകാൻ ബഅദ സ്വലാത്തിൽ അസ്ർ നിസ്കാരത്തിന് ശേഷം. അപ്പോൾ എൻ്റെ സഹപാഠിനി സൽവ അവളുടെ വീട്ടിലോട്ട് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഈ വൈകുന്നേരം, ദയവായി നിങ്ങൾ എന്നെ അവരുടെ വീട്ടിലോട്ട് പോകാൻ അനുവദിക്കണം അസ്ർ നിസ്കാരത്തിന് ശേഷം. അപ്പോൾ ഇബ്രാഹിം ഇദ്ഹബി വർജിഇ ബഅദ സ്വലാത്തിൽ മഗ്രിബി ഇദ്ഹബി പോകൂ വർജിഇ തിരിച്ചു വരൂ ബഅദ സ്വലാത്തിൽ മഗ്രിബി മഗ്രിബ് നിസ്കാരത്തിന് ശേഷം. അപ്പോൾ ആമിന പറഞ്ഞു യാ അബ മുഹമ്മദിൻ ഓ അബ മുഹമ്മദ് മുഹമ്മദിൻ്റെ ഉപ്പ തആല ഹുന വൻദുർ ഇങ്ങോട്ട് വരൂ നോക്കൂ. ഇന്ന മുഹമ്മദൻ യജ്രി അല സുല്ലമി മുഹമ്മദ് കോണിയിൽ ഓടുകയാണ്. അഖ്ഷ അൻ യഖ അവൻ യഖ എന്ന് പറയുമ്പോൾ അവൻ വീകുമെന്ന് എനിക്ക് ഭയപ്പെടുന്നു. ഇവിടെ യജ്രി എന്നുള്ള ഫിഅലുണ്ട്, അത് ജറ യജ്രി, അതും അത് ഫിഅലു നാഖിസാണ്, അവസാനം അത് അലിഫാണുള്ളത്. അതേപോലെ തന്നെ അഖ്ഷ എന്ന് പറയുന്ന ഫിഅലും ഖശിയ യഖ്ഷ അതും അവസാനം അലിഫുണ്ട്, അപ്പം നാഖിസായ ഫിഅലാണ്. യഖ എന്ന് പറയുമ്പോൾ വീഴുക എന്നുള്ള അർത്ഥമാണ്. ഇബ്രാഹിം പറഞ്ഞു ലാ തജ്രി യാ മുഹമ്മദു ഓടരുതോ മുഹമ്മദ് തആല ഹുന ഇങ്ങോട്ട് വരൂ. മാ ഹാദാ ബിയമീനിക് നിന്റെ വലതു കൈയിൽ എന്താണുള്ളത്. അരിനി എനിക്ക് കാണിച്ചുകൊണ്ടാ. ഇർമി അത് എറിയുക. ഇർമി ഹാദ ഇത് എറിയൂ.
ഹാദാ തുറാബുൻ, ഇത് മണ്ണാണ്. അപ്പോൾ ഇവിടെ ലാ തജ്രി എന്നുള്ളത് ഇത് ഫിഅൽ നഹിയാണ്. ഫിഅൽ നഹി എന്താണ്? അത് ലാ എന്നുള്ളത് ജാസിമിൽപ്പെട്ടതാണ്, ജവാസിമിൽപ്പെട്ട ലാ ആണ്. ഇത് ലാ നാഹിയ. അതിനുശേഷം വരുന്ന ഫിഅൽ മുദാരി മജ്സൂം ചെയ്യപ്പെടുന്നതാണ്. അപ്പം തജ്രി എന്നുള്ളവിടെ യാ ഉണ്ട്, ആ യായിനെ ഹദ്ഫ് ചെയ്യപ്പെട്ടതാണ്, കളയപ്പെട്ടതാണ്. അപ്പോൾ ലാ തജ്രിയ മുഹമ്മദ് തആല ഹുന മഹാദാ ബിയമീനിക അരിനി, ഇത് അരിനി എന്ന് പറയുന്ന ഫിഅല് അറാ യുരി എന്നുള്ള ഫിഅലാണ്. ഇത് ആ ഫിഅലിൻ്റെ അമ്രാണ്. അറ എന്ന് പറയുമ്പോൾ കാണിച്ചു തരാൻ, അവൻ കാണിച്ചു തന്നു എന്നുള്ള. അപ്പോൾ അരി എന്ന് പറയുമ്പോൾ കാണിച്ചു തരൂ, നീ എനിക്ക്, അവൻ എനിക്ക് കാണിച്ചു തരൂ. ഇർമി, ഈ ഇർമി എന്നുള്ളത് റമാ ഇർമി എന്നുള്ള ഫിഅലിൻ്റെ അമ്രാണ്, ഇർമി. യദ്ഖുലു മഹ്മൂദ്, മഹ്മൂദ് പ്രവേശിക്കുന്നു. മഹ്മൂദ് പറഞ്ഞു അസ്സലാമു അലൈക്കും. ഇബ്രാഹിം പറഞ്ഞു വഅലൈക്കും അസ്സലാം. ജിഅ്തു അൽ-യൗമ മുതഅഖിറൻ ഔ അഫൻ ജിഅ്ത അൽ-യൗമ മുതഅഖിറൻ യാ മഹ്മൂദ്. ഫമസ്സബബു, നീ എന്ന് വൈകിയാണ് വന്നത്, എന്താണ് കാരണം? മുതഅഖിർ എന്ന് പറഞ്ഞാൽ വൈകി. അപ്പോൾ മഹ്മൂദ് പറഞ്ഞു ശകൗതു അൽ-യൗമ അഹദ സുമലാഇ ഇല മുദീരി, ഇന്ന് എൻ്റെ ഒരു സഹപാഠി എന്നെ പറ്റി പ്രിൻസിപ്പളിനോട് കംപ്ലയിൻറ്റ് ചെയ്തു. ഷക്കൗത്തു എന്ന് പറയുമ്പോൾ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തു എന്നാണ്. അതെ, ഷക്കൗത്തുൽ യൗമ അഹദ സുമലാഇ ഇലൽ മുദീരി. അപ്പം അർത്ഥം എങ്ങനെ വരിക പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു സഹപാഠിനെ പറ്റി പ്രിൻസിപ്പളോട് കംപ്ലയിൻറ്റ് ചെയ്തു, കാരണം ഷക്കൗത്തു എന്നാണ്. ഫതലബന ഇല മക്തബിഹി ലിത്തഹ്ഖീഖ്, അപ്പോൾ അത് ഒന്ന് കൺഫേം ചെയ്യാൻ, തഹ്ഖീഖ് പറയുമ്പോൾ കൺഫേം ചെയ്യാനാണ്, അത് കൺഫേം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി എന്ന് പറയാം, ഞങ്ങളെ ഓഫീസിലോട്ട് വിളിച്ചു. അപ്പോൾ തഹ്ഖീഖ് എന്ന് പറയുമ്പോൾ അന്വേഷണം അല്ലെങ്കിൽ കൺഫേം ചെയ്യുക എന്നൊക്കെ അർത്ഥത്തിൽ വരും. ഇവിടുത്തെ ഷാഹിദ് ഷക്കൗതു എന്നുള്ളതാണ്, ഷക്ക എന്നുള്ള ഫേലാണത്. ഷക്ക യഷ്കു, അത് നാഖിസായ ഫേലാണ്. ഇബ്രാഹിം ചോദിച്ചു ലിമ ഷക്കൗതു, നീ എന്തിനാണ് അവരെ പറ്റി പരാതി പറഞ്ഞത്? അപ്പം മഹ്മൂദ് പറഞ്ഞു ലിഅന്നഹു ദായിമൻ യഅഖുദു കുതുബി വദഫാതിരി വയത്വി ഔറാഖഹ, കാരണം എല്ലാ സമയത്തും എൻ്റെ ബുക്കുകളും നോട്ട്ബുക്കുകളും എടുത്തിട്ട് അതിൻ്റെ പേജുകൾ മടക്കും. യത്വി എന്നുള്ള ഫേല് ഇതാണ്. തവ യത്വി എന്ന് പറഞ്ഞാൽ മടക്കുക എന്നുള്ള അർത്ഥമാണ്, ചുളിയാക്കുക അല്ലെങ്കിൽ മടക്കുക എന്നുള്ളത്. അപ്പോൾ ഇബ്രാഹിം ചോദിച്ചു മാ ഹാദിൽ ഹലാവല്ലത്തി മഅക, നിൻ്റെ അടുത്തുള്ള ഈ മധുരങ്ങൾ എന്താണ്? ഹദിയത്തുൻ ഹാദി അമിഷ്തറൈത, അത് ഒരു ഗിഫ്റ്റാണോ അല്ലെങ്കിൽ നീ അത് വാങ്ങിച്ചതാണോ? ഇവിടെ ഇഷ്തറ എന്നുള്ള ഫേലുണ്ട്, അതും നാഖ്സായ ഫേലാണ്, അവസാനം അലിഫ് വെച്ചാണ് അവസാനിക്കുന്നത്. ഇഷ്തറ യഷ്തരി. മഹ്മൂദ് പറഞ്ഞു ഇഷ്തറൈതുഹാ ലിഅന്നനി ഉരീദു അൻ അദ്ഉവ സലാസത മിൻ സുമലാഇ ഇലാ ബൈതിനാ ഗദൻ, ഞാൻ വാങ്ങിച്ചതാണ് കാരണം എൻ്റെ 3 സഹപാഠികളെ ഞങ്ങളുടെ വീട്ടിലോട്ട് നാളെ ക്ഷണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ ഇഷ്തറ എന്നുള്ള ഫേലുണ്ട്, പിന്നെ അതേപോലെ തന്നെ അദ്ഉ എന്നുള്ള ഫേലുണ്ട്, രണ്ടും നാഖിസാണ്. ഇഷ്തറ എന്ന് പറയുമ്പോൾ അവസാനം അലിഫ് വെച്ച് അവസാനിക്കുന്നു. അതേപോലെ തന്നെ ദഅ എന്നുള്ള ഫേലും അലിഫാണ്, ദഅ. അതിന് മുദാരി യദ്ഉ എന്നായി മാറും. ഇവിടെ അദ്ഉവ എന്ന് കാണാം, വാവിന് മുകളിൽ ഫത്ഹ, അത് അൻ എന്നുള്ള നാസിബ് വന്നതുകൊണ്ടാണ്. ഇബ്രാഹിം പറഞ്ഞു ഉദ്ഉഹും ലിതനാവുല അൽഅശാഇ ബഅദ ഗദിൻ, അവരെ മറ്റന്നാളെ ഡിന്നർ കഴിക്കാൻ ക്ഷണിക്കുക. ഉദ്ഉഹും ഫസയകൂനു അമ്മുക മൂസ അയ്ദൻ മഅന ഇൻഷാ അല്ലാഹ്, നിന്റെ അമ്മ മൂസ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അവിടെ ഉദ്ഉഹും ഇത് ഫിഅൽ അംറാണ്. ഉദ്ഉഹും ലിതനാവുല അൽഅശാഇ ബഅദ ഗദിൻ. طيب, അപ്പോൾ ഇത് ഉദ്ഉ എന്ന് പറയുമ്പോൾ അത് ദഅ യദ്ഉ എന്നുള്ളതിൻ്റെ അമ്രാണ് ഉദ്ഉ. ഇനി തമാരീനിൽ നോക്കാം. അജിബ് അനിൽ അസ്ഇലത്തിൽ ആതിയ മാദാ തഫഅലു സുആദു, എന്താണ് സുആദ് ചെയ്യുന്നത്? മാദാ തഫഅലു സുആദു. അപ്പം ഇത് ഈ ഒരു ഹിവാറിൻ്റെ ആദ്യം തന്നെ നമുക്ക് കാണാം സുആദ് ചെയ്യുന്നത് എന്താണ്? സിയാബുകൾ, വസ്ത്രങ്ങൾ ഇസ്തിരിടുകയാണ്. അപ്പം തക്വി അസിയാബ് അല്ലത്തി ഗസലത്ഹ അംസി എന്ന് പറയാം. അവൾ ഇന്നലെ കഴുകിയ വസ്ത്രങ്ങളെ ഇസ്തിരിടുകയാണ്. തക്വി. മൻ ഖവ അൽ മനാദീൽ, ആരാണ് ഹാൻകർച്ചീഫുകൾ ഇസ്തിരിയിട്ടത്? വൽ ജവാബ് ഉമ്മു സഅദ് ഖവത് അൽ മനാദീൽ. മൂന്നാമത്തെ മസ്മുൽ ജമീലത്തി ലത്തി ദഅത് സുആദ് ഇലാ ബൈതിഹ. ദഅത് സുആദ ഇലാ ബൈതിഹ. ഓക്കെ, മസ്മു ജമീലത്തി ലത്തി, എന്താണ് ജമീലയുടെ പേര്, യാനി സഹപാഠിൻ്റെ പേര്. അല്ലത്തി ദഅത് സുആദ ഇലാ ബൈതിഹ, സുആദിനെ അവളുടെ വീട്ടിലോട്ട് ക്ഷണിച്ച ആ ജമീല,
സഹാബാൻ്റെ പേരെന്താണ്? ഇസ്മുഹ സൽവ. നാലാമത്തെ അസമഹ ലഹ അബൂഹ ബിദ്ദഹാബി ഇലാ ബൈതിഹ, അവളുടെ ഉപ്പ സുആദിൻ്റെ ഉപ്പ അവളെ പോവാൻ സമ്മതിച്ചോ, അനുവദിച്ചോ? ജവാബു നഅം, സമഹ ലഹ അബൂഹ. അഞ്ചാമത്തെ ഇലാമൻ ഷക മഹ്മൂദു ജമീലഹു, ആരോടാണ് മഹ്മൂദ് അവൻ്റെ സഹപാഠിയെ പറ്റി പരാതി പറഞ്ഞത്? ഷക്ക എന്ന് പറയുമ്പോൾ പരാതി പറയുക അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്യുക. ജവാബു ഷക്കാഹു ഇല അൽ മുദീർ, പ്രിൻസിപ്പളിനോടാണ് പറഞ്ഞത്. ലിമഷ്തറ മഹ്മൂദുൻ അൽ ഹൽവ, എന്തുകൊണ്ടാണ് മഹ്മൂദ് മിഠായികൾ വാങ്ങിച്ചത്? ഇഷ്തറ ലി അന്നഹു യുരീദു അൻ യദ്ഉവ സലാസത മിൻ സുമലായി ഇലാ ബൈതി, അവനത് വാങ്ങിച്ചു കാരണം അവൻ്റെ 3 സഹപാഠികളെ അവൻ്റെ വീട്ടിലോട്ട് ക്ഷണിക്കാൻ അവൻ ഉദ്ദേശിക്കുന്നു. ഈ രണ്ടാമത്തെ ഹാദി അംസിലത്തുൽ ലിൽ ഫിഅലി അൽ മുഅത്തൽ ലാം, ഇത് മുഅത്തൽ ലാം അഥവാ നാഖിസ് ആയിട്ടുള്ള അഫ്ആലുകളുടെ ഉദാഹരണങ്ങളാണ്. കവ യക്വി, നോക്കൂ, കവ എന്ന് പറയുമ്പോൾ ഇതിന് അലിഫ് ഉണ്ട് ഇവിടെ അവസാനം. ഇത് ഇസ്തിരി ഇടുക എന്നുള്ള വാക്കാണ്. അതിൻ്റെ മുദാരി യക്വി എന്നാണ്. അതുപോലെ മഷ യംഷി, നടക്കുക. ജറ യജിരി, ഓടുക. റമ യർമി എന്ന് പറയുമ്പോൾ എറിയുക. ബഖ യബ്കി, കരയുക. ഈ അഫ്ആലുകളെല്ലാം അലിഫ് വെച്ച് അവസാനിക്കുന്നു. പക്ഷേ അലിഫ് നോക്കാൻ നിങ്ങൾ കാണാം, ഇത് അലിഫ് മക്സൂറയാണ്, യാ പോലെയുള്ള അലിഫാണ്. അതേപോലെ തന്നെ അതിൻ്റെ മുദാരിയ യാ വെച്ച് അവസാനിക്കുന്നു, യക്വി, യംഷി, യജ്രി എന്നുള്ള പോലെ. ഇനി ഇതാണെങ്കിൽ അലിഫ്, ഇത് നോർമൽ അലിഫ് വെച്ചിട്ടുള്ള അവസാനിക്കുന്ന അഫ്ആലുകളുണ്ട്. ദഅ, അതിൻ്റെ മുദാരിയാണെങ്കിൽ യദ്ഉ. അപ്പോൾ ദഅ യദ്ഉ എന്ന് പറയുമ്പോൾ എന്താണ്? അത് ക്ഷണിക്കുക. ഷക യഷ്കു, പരാതി പറയുക. തല യത്ലു, ഇത് പാരായണം ചെയ്യുക, ഖുർആൻ ഓതുക, അതിനൊക്കെ തല യത്ലു എന്ന് പറയും. മഹ യംഹു, മായ്ച്ചു കളയുക. അഫ യഅഫു, പുറത്തു കൊടുക്കുക. ഇനി ഇതിൻ്റെ എല്ലാ ഫഅലുകളും അതിൻ്റെ മുദാരിയ നോക്കുമ്പോൾ എന്താണ്? വാവ് വെച്ച് അവസാനിക്കുന്നു. യദ്ഉ, യഷ്കു, യത്ലു എന്നുള്ള. അപ്പോൾ ഇതാണ് ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇതിൻ്റെ മാദിയിലും ഇവിടെ അലിഫ് മക്സൂറയാണ് അവസാനിക്കുന്നത്, ഇവിടെ നോർമൽ അലിഫാണ്. മൂന്നാമത് കാണിക്കുക തഅമ്മൽ അംസില ثم اكتب المضارع المرفوع والمضارع المجزوم والامر من الافعال الاتيه. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിട്ട് ഇതിൻ്റെ മുദാരി മർഫൂവും മജ്സൂമും അമ്രും എഴുതാനാണ്. നോക്കും, ബക എന്നുള്ള ഫിഅൽ, അതിൻ്റെ മുദാരി മർഫൂ എന്നാണ്, യബ്കി എന്നാണ്. അസ്ൽ എന്താണ്? യബ്കിയു എന്നാണ്. അവിടെ യു കളഞ്ഞിട്ട് നമ്മൾ യബ്കി എന്നാണ് പറയുന്നത്. അതിന് മുദാരി മജ്സൂം ലം എന്നുള്ള വാക്ക്, ലം എന്ന് പറയുന്നത് എന്താണ്? അത് ഹർഫു ജസ്മിൻ വഖൽബിൻ വനഫീൻ, അത് നഫി ചെയ്യുന്നതാണ്. പിന്നെ കൽബ് എന്ന് പറയും, എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മാദിയിലോട്ട് മാറും. അതല്ല ലം യബ്കി എന്ന് പറഞ്ഞാൽ അവൻ കരഞ്ഞിട്ടില്ല, അത് മാദിയിലോട്ട് അതിൻ്റെ അർത്ഥം മാറും. എന്തായാലും ഇതിൻ്റെ ഷാഹിദ് എന്താ പറഞ്ഞാൽ ഇവിടുത്തെ യാഇനെ ഹദ്ഫ് ചെയ്യപ്പെടുന്നതാണ്. യാ അതിനെ ഹദ്ഫ് ചെയ്യും, അതിനെ കളയും നമ്മൾ ലം ഒരു ജാസിമ വരുമ്പോൾ. ലം യബ്കി എന്ന് പറയും. അതേപോലെ അമ്രിന് ഇബ്കി എന്ന് പറയും, യാ ഇല്ലാതെ ഇബ്കി. മഷ യംഷി, ലം യംഷി ഇംഷി എന്നാണ്. അതേപോലെ തന്നെ കവ യക്വി, ലം യക്വി ഇക്വി. ജറ എന്ന് പറയുമ്പോഴോ യജ്രി, ലം യജ്രി, യായിനെ കളയുന്നു, ഇജ്രി. ഇവിടെയും യാ ഇല്ലാതെ ആണ് പറയുക, ഇജ്രി. റമ യർമി, റമ എന്ന് പറയുമ്പോൾ എറിയുക. റമ യർമി, ലം യർമി, അവൻ എറിഞ്ഞിട്ടില്ല, ഇർമി, എറിയുക എന്ന് ഒരു കമാൻഡ് ടെൻസാണ്. ബന യബ്നി, യബ്നി യാ വെച്ചിട്ട്. ലം യബ്നി, അവൻ നിർമ്മിച്ചിട്ടില്ല, ഇബ്നി, നിർമ്മിക്കൂ. സക്ക എന്ന് പറഞ്ഞാൽ വെള്ളം കൊടുക്കാനാണ്. സക്ക, അവൻ കൊടുത്തു, വെള്ളം കൊടുത്തു. യസ്ഖി, ലം യസ്ഖി, അവൻ വെള്ളം കൊടുത്തിട്ടില്ല, ഇസ്ഖി, അത് ഒരു അമ്രാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് തുഹ്ദഫു ലാമുൽ ഫിഅൽ അൽ മുഅത്തൽ ലാം ഫിൽ മുദാരി മജ്സൂം ഫിൽ അംർ, എന്ന് വെച്ചാൽ അവസാനം വരുന്ന ലാമുൽ ഫിഅൽ അൽ മുഅത്തൽ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ അവസാനത്തെ ഹർഫ്, അതിന് കളയപ്പെടുന്നതാണ് ഇതിന് ഫിഅൽ മുദാരി മജ്സൂമിലും അംറിലും. ഈ നാലാമത്തേത് വായിക്കാനാണ്. ബന ഇബ്രാഹിം അലൈഹിസ്സലാം അൽ കഅബ, ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ നിർമ്മിച്ചു. അപ്പോൾ ഇവിടെ ബന എന്നുള്ള ഫിഅലാണ്, നിർമ്മിക്കുക എന്നുള്ള അർത്ഥമാണത്. ബന എന്നുള്ളതിൻ്റെ ഇത് നോക്കുമ്പോൾ അലിഫാണ് അവരുടെ അവസാനം, ഇത് നാഖിസ് ആയിട്ടുള്ള ഫിഅലാണ്. രണ്ടാമത് ലിമാദാ തജ്രി യാ ഉലൈദു, നീ എന്തിനാണ് ഓടുന്നത് ഓ കുട്ടി? ഉലൈദ് എന്ന് പറയുമ്പോൾ വലതിൻ്റെ തസ്ഗീറാണ്, ഓ ചെറിയ കുട്ടി എന്നൊക്കെയുള്ള അർത്ഥം പറയാം. അപ്പോൾ തജ്രി എന്നുള്ള ഫിഅലാണ് ഇവിടെ നാഖിസ് ആയിട്ടുള്ളത്. മൂന്നാമത്തെ ലാ തർമിൽ ഖുമാമത ഫി ശാരിഇ യാ അഖി, വേസ്റ്റ് നീ റോഡുകളിൽ എറിയരുത് ഓ സഹോദര. ലാ തർമി എന്നുള്ളതാണ് ഇവിടുത്തെ ഷാഹിദ്. ലാ തർമി എന്ന് പറയുമ്പോൾ ഇത് റമ യർമി എന്നുള്ള ഫിഅലാണ്, അതിൻ്റെ അമ്രാണ് ലാ തർമി.
ഇസ്ഖിനി മാഅൻ ബാരിദൻ, ഇസ്ഖിനി എനിക്ക് മാഅൻ ബാരിദൻ എനിക്ക് ഇനി തണുത്ത വെള്ളം എന്താണ് കുടിക്കാൻ തരും, ഇസ്ഖിനി. അപ്പോൾ ഇവിടെ സഖ എന്നുള്ള ഫീലിൻ്റെ അമ്രാണ് ഇസ്ഖ്. ലാ തബ്നി ബൈതക ഫി ഹാദിൽ ഖറിയ, നിന്റെ വീട് ഈ ഒരു ഗ്രാമത്തിൽ നിർമ്മിക്കരുത്. ലാ തബ്നി, ഇത് ബന യബ്നി എന്നുള്ളതിൻ്റെ അതിൻ്റെ ഫിഅൽ മുദാരിയ അത് മജ്സൂമാണ്. ലാ നാഹിയ ആണ് ഇവിടെ ഉള്ളത്. അപ്പോഴുള്ള യാഇനെ ഹദ്ഫ് ചെയ്യപ്പെടുന്നതാണ്. ലിമ ഔ ലം യഅതിൽ മുദീറു അൽ യൗമ, ലം യഅതി അൽ മുദീറു അൽ യൗമ, ഇന്ന് പ്രിൻസിപ്പൽ വന്നിട്ടില്ല. അപ്പോൾ ലം യഅതി ഇവിടെ യാ ഉണ്ട്, അതിൽ ഹദ്ഫ് ചെയ്യപ്പെട്ടതാണ്. ലിമാദ യബ്കി ത്ഫ്ലു യാ ആമിനതു, എന്തിനാണ് കുട്ടി കരയുന്നത് ഓ ആമിന. അപ്പോൾ ഇവിടെ യബ്കി എന്നുള്ള ഫേലാണ് യാ വെച്ച് അവസാനിക്കുന്നത്. ഇജ്രി യാ വലതു, ഓടൂ ഓ കുട്ടി. അപ്പോൾ ഇത് ഇജ്രി എന്നുള്ളത് ജറ ഇജ്രി എന്നുള്ളതിൻ്റെ അമ്രാണ്. ഇജ്രി യാ ബിന്തു, ഇതും അമ്രാണ്, പക്ഷേ ഇത് സ്ത്രീയോട് ഒരു മുഅന്നസിനോടാണ്, അപ്പം ഇവിടെ യാ ഉണ്ടാവും. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഞങ്ങളെ സിറാത്തുൽ മുസ്തഖീമിലോട്ട് എന്താണ് ഗൈഡ് ചെയ്യാൻ. ഇഹ്ദി, ഇത് ഹദാ യഹ്ദി എന്നുള്ള ഫേലിൻ്റെ അമ്രാണ്. 11 ലാ തംശി ഫി ശംസി, ലാ തംശി ഫി ശംസി yani സൂര്യൻ്റെ ഇടയിൽ നടക്കരുത്. ലാ തംശി. അകവൈത ഔ ഇത് കവൈതി നാം ഉമ്മിനോടാണ്. അകവൈത്തുൽ ഖുംസാന യാ ഉമ്മി, ഷർട്ടുകൾ നിങ്ങൾ ഇസ്തിരി ഇട്ടോ ഉമ്മ. ലാ ലം അക്വിഹ ബഅദു, ഇല്ല ഞാൻ അത് ഇസ്തിരി ഇട്ടിട്ടില്ല. അകവൈതി, ഇതുണ്ടോ കവ എന്നുള്ള ഫേലാണ്, അതിൻ്റെ യാ അതിൻ്റെ അസ്ലിൽ യാ ഉണ്ട്, ആ യാ ഇവിടെ തിരിച്ചിരുന്നതാണ്. ഇക്വി ഹാദൽ ഖമീസ വലാ തക്വി ദാലിക ഫഇന്നഹു മുമസ്സഖുൻ. ഇക്വി ഹാദൽ ഖമീസ, ഈ ഒരു ഷർട്ട് ഇസ്തിരിടുക. വലാ തക്വി ദാലിക, അത് ഇസ്തിരിടരുത്. ഫഇന്നഹു മുമസ്സഖുൻ, അത് കീറിയതായതുകൊണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇക്വി എന്നുള്ളത് അമ്രാണ്, ഫേൽ അമ്രാണ്. ഇവിടെ ലാ തക്വി എന്ന് പറയുമ്പോൾ ഫേൽ നഹിയാണ്. ബികം ഇഷ്തറൈത ഹാദിഹി സഅത്തൽ ജമീലത യാ അബ്ദുല്ലാഹ്, എത്രക്കാണ് നീ ഈ ഭംഗിയുള്ള വാച്ച് വാങ്ങിച്ചത് ഓ അബ്ദുല്ലാഹ്. അപ്പോൾ അവൻ പറഞ്ഞു അനലം അഷ്തരിഹ, ഞാനത് വാങ്ങിച്ചതല്ല. ഇന്നഹ ഹദിയത്തു മിൻ ഖാലി, അതിൻ്റെ ഖാലിൻ്റെ അടുത്തുള്ളൊരു ഗിഫ്റ്റാണ്. അപ്പോൾ ഇവിടെ ഇഷ്തറ എന്നുള്ള ഫിഅല് അത് മാദിയാവുമ്പോൾ ഇഷ്തറൈത എന്ന് പറയാം. അൻത പറയുമ്പോൾ അൻത ഇഷ്തറൈത. ഇവിടെ മുദാരിയ മജ്സൂമായിട്ട് വരുന്നു. അനലം അഷ്തരിഹ, ഇവിടെ യാ ഇല്ലാതെ വരുന്നത്. അനലം അഷ്തരിഹ, ലം വന്നതുകൊണ്ട് അഷ്തരി എന്ന് പറയും. 15 ലാ തഷ്തരി ഹാദിഹി സയ്യാറത യാ അഹ്മദു ഫഇന്നഹാ ഖദീമത്തുൻ ജിദ്ദൻ, ഈ ഒരു വാഹനം നീ വാങ്ങിക്കരുത് അഹ്മദ്, അത് വളരെ പഴയതാണ്. അപ്പോൾ ലാ തഷ്തരി ഇവിടെ യാ ഇല്ലാതെയാണ് വരുന്നത്. قال الله عز وجل في سورة الفيل, الله سبحانه وتعالى في سورة الفيل പറഞ്ഞിട്ടുണ്ട് അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അലം തറ, നീ കണ്ടിട്ടില്ലേ. ഇവിടെ യാ ഉണ്ട്, അതിനെ ഹദ്ഫ് ചെയ്യപ്പെട്ടതാണ്, കാരണം ലം വന്നതുകൊണ്ട്. അലം തറ കൈഫ ഫഅല, നീ കണ്ടിട്ടില്ലേ എങ്ങനെയാണ് നിന്റെ റബ്ബ് അസ്ഹാബുൽ ഫീലിനോട് ചെയ്തത്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ. ഇവിടെ അതിൻ്റെ ഷാഹിദ് എന്താണ്, തറ എന്നുള്ളതാണ്. അത് തറ ഒരു അലിഫുണ്ട്, അതിനെ ലം വന്നതുകൊണ്ട് ഹദ്ഫ് ചെയ്യപ്പെടുന്നതാണ്. ഈ 5 തഅമ്മൽ അൽ മിസാൽ ثم اكتب المضارع المرفوع والمضارع والمجزوم والامر من الافعال الاتيه. ഇതേപോലെ ഇവിടെ ഇതിൻ്റെ താഴെ ഇതിൻ്റെ ഫിഅൽ മുദാരി മർഫൂഉം മജ്സൂമും അമ്രും എഴുതാനാണ്. ദഅ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുദാരി മർഫൂ എന്താണ്, യദ്ഉ എന്നാണ്. അസ്ല് യദ്ഉ എന്നാണ്. ഓക്കെ, അപ്പം ഇവിടെ യദ്ഉ എന്ന് എഴുതും. മജ്സൂം ലം യദ്ഉ, ഈ വാവിനെ കളയുന്നതാണ്. അമ്രിന് ഉദ്ഉ. അതേപോലെ തന്നെ ഷക എന്ന് പറയുമ്പോൾ യഷ്കു എന്ന് എഴുതും, മുദാരി മർഫൂ. മജ്സൂം എന്താണ്, ലം യഷ്കു, വാവിനെ കളഞ്ഞിട്ട്. ഉഷ്കു എന്ന് അമ്രു. തല എന്നുള്ളത് യത്ലു, ഇവിടെ ലം യത്ലു, വാവില്ലാതെ ഉത്ലു എന്നെഴുതും. മഹ യംഹു, വാവ് വെച്ചിട്ട് ഇവിടെ യംഹു, വാവില്ലാതെ ഉംഹു, ഉംഹു എന്ന് ആണ് ഇവിടെ അമ്ര. അഫ എന്ന് പറയുമ്പോൾ പൊറുക്കുക. അഫ യഅഫു, ഇവിടെ ലം യഅഫു, വാവ് കളഞ്ഞിട്ട് ഇവിടെ ഉഅഫു. ഇനി ഇവിടെ 6 ഇഖ്റ മാ യലി,
ഷക്കാനി ജമീലി ഇലൽ മുദർരിസി വഅന ഷകൗതുഹു ഇലൽ മുദീരി. ഷക്കാനി ജമീലി അൽ മുദർരിസി, എൻ്റെ സഹപാഠി എന്നെ അധ്യാപകനോട് എന്നെ പറ്റി പരാതി പറഞ്ഞു. വഅന ഷകൗതുഹു ഇലൽ മുദീരി, ഞാൻ അവനെ പറ്റിയിട്ട് പ്രിൻസിപ്പളോട് പരാതി പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ ഫേല് ഷക്ക എന്നുള്ളതാണ്. ഷക്ക ഇത് മാദി ആയിട്ടാണ് വരുന്നത്. ഇനി ഇതിൻ്റെ ദമീർ മാറ്റുമ്പോൾ എന്താണ്? ഷക്കൗ വാവ് ആയിട്ട് വരും. ഷക്കൗതു. അത് ഇൻഷാ അല്ലാഹ് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് വരുന്ന എക്സസൈസിൽ കാണുന്നതാണ്. തല അൽ ഇമാമു സൂറത്തുൽ ഫീലി ഫി റകഅത്തിൽ ഊല വ സൂറത്തുൽ ഇഖ്ലാസ് ഫി റകഅത്തിൽ സാനിയ. തല എന്ന് പറയുമ്പോൾ പാരായണം ചെയ്തു, ഓതി. അപ്പോൾ ഇമാമ് സൂറത്തുൽ ഫീല് ആദ്യത്തെ റകഅത്തിലും സൂറത്തുൽ ഇഖ്ലാസ് രണ്ടാമത്തെ റകഅത്തിലും ഓതി. അപ്പോൾ ഇവിടുത്തെ തല എന്നുള്ള ഫേലാണ് നോക്കേണ്ടത്. നാഖിസായിട്ടുള്ള ഫേല് അലിഫാണ് അതിൻ്റെ അവസാനത്തെ ഹർഫ്. ഉത്ലു സൂറത്ത് റഹ്മാൻ യാ അലിയു, സൂറത്ത് റഹ്മാൻ ഓതു അലി. അപ്പം ഉത്ലു എന്നുള്ളത് തല എന്നുള്ളതിൻ്റെ അമ്രാണ്. ദഅഉതു സദീഖി ഇലാ ഖറിയതി, എൻ്റെ സുഹൃത്തിനെ ഞാൻ ഗ്രാമത്തിലോട്ട് ക്ഷണിച്ചു. ദഅഉതു, ഇത് ദഅ എന്നുള്ള ഫേലാണ്. ദഅ യദ്ഉ. അടുത്തത് ലം യഷ്കുനി അൽ മുദീറു ഇല അബി. ലം യഷ്കുനി അൽ മുദീർ, പ്രിൻസിപ്പൾ എന്നെ പറ്റിയിട്ട് ഉപ്പാനോട് പരാതി പറഞ്ഞിട്ടില്ല. ലം യഷ്കുനി. അടുത്തത് ഖാലൽ മുദർരിസു ഖാലൽ മുദർരിസു ലിത്താലിബി അഫൗതു അൻക. ഖാലൽ മുദർരിസു ലിത്താലിബി, അധ്യാപകൻ വിദ്യാർത്ഥിയോട് പറഞ്ഞു അഫൗതു അൻക, ഞാൻ എനിക്ക് പുറത്തു തന്നു. അപ്പോൾ അഫ എന്നുള്ള ഫേലാണ് ഇവിടെ ഉള്ളത്. ലിമ തംഹു ഹാദിഹിൽ കലിമത, നീ എന്തിനാണ് ഈ ഒരു വാക്ക് മായ്ച്ചു കളഞ്ഞത്? തംഹു ഹിയ സഹീഹത്തുൻ, ഇത് ശരിയാണ്. ഉംഹു ലതി ബഅദഹ, അതിന് ശേഷമുള്ളത് നീ മായ്ക്കൂ. അപ്പോൾ തംഹു എന്നുള്ളത് മുദാരിയും ഇത് അമ്രുമാണ്. ഇവിടെ നോക്കൂ, ഉംഹു വാവില്ലാതെയാണ് വരുന്നത്. അയ്യ സൂറത്തിൻ തത്ലീന യാ ഉമ്മ കുൽസൂം. അത്ലു സൂറത്ത യാസീൻ, നീ ഏത് സൂറത്താണ് ഓതുന്നത്? ഉമ്മുൽ കുൽസൂം, ഞാൻ സൂറത്ത് യാസീനാണ് ഓതുന്നത്. അപ്പം തത്ലീന എന്നുള്ളത് തല യത്ലു എന്നുള്ളതിൻ്റെ ഇത് തല എന്നുള്ള ഫേലിൻ്റെ മുദാരിൻ്റെത് മുഅന്നസിനോട് സംസാരിക്കുമ്പോഴാണ് തത്ലീന എന്ന് പറയുന്നത്. അത്ലു എന്നുള്ളത് ഞാൻ ഓതുന്നു. നദ്ഉല്ലാഹ അൻ യശ്ഫിയക, ഞങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു നിനക്ക് എന്താണ് ഷിഫാ തരാൻ. നദ്ഉ എന്നുള്ള ഫേലാണ്. ദഅ യദ്ഉ. അശകൗതനി ഇൽ മുദീരി യ ഹംസതു, നീ എന്നെ പറ്റി പ്രിൻസിപ്പളിനോട് കംപ്ലൈൻറ്റ് ചെയ്തു. ലം അഷ്കുക്ക്, ഇല്ല ഞാൻ എന്നെ പറ്റിയിട്ട് പരാതി പറഞ്ഞിട്ടില്ല. അപ്പോൾ നോക്കൂ, ഷകൗതനി, ഇവിടെ അഷ്കുക, ലം എന്നതുകൊണ്ടാണ് അഷ്കുക, അല്ലെങ്കിൽ അഷ്കൂക ഇവിടെ വാവ് ഉണ്ടാവേണ്ടതാണ്. ആ വാവിനെ ഹദ്ഫ് ചെയ്യപ്പെട്ടതാണ്. ഖാല നൂഹ് അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ. യാ റബ്ബ്, ഞാൻ എൻ്റെ ഖൗമിനെ, എൻ്റെ ആളുകളെ രാത്രിയും രാവിലെയും അവരെ ഇസ്ലാമിലോട്ട് ക്ഷണിച്ചു. ദഅഉതു, ഇത് ദഅ യദ്ഉ എന്നുള്ള ഫിഅലാണ്. കമാ ജാഅ ഫി സൂറത്ത് നൂഹിൻ, സൂറത്ത് നൂഹിൽ വന്നതുപോലെ. قال الله تعالى في سورة البقرة, الله سبحانه وتعالى سورة البقرة പറഞ്ഞു أولئك يدعون إلى النار والله يدعو إلى الجنة. അവർ നരകത്തിലോട്ടാണ് ക്ഷണിക്കുന്നത്, അള്ളാഹു സ്വർഗത്തിലോട്ടാണ് ക്ഷണിക്കുന്നത്. ഇത് യദ്ഊന എന്നുള്ളത് ഹും എന്നുള്ള ദമീറിന് അനുകൂലമായിട്ട് വരുന്നതാണ്. ഉലൈക, അപ്പം ഹും യദ്ഊന, അത് ജംഉ മുദക്കറിനാണ്. ഇനി മുഫ്രദിന് യദ്ഉ എന്ന് പറയും. വഖാല ഫി സൂറത്ത് യൂനുസ്, സൂറ യൂനുസിന് അള്ളാഹു പറഞ്ഞു വല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, അള്ളാഹു ദാരിസ്സലാമിലോട്ടാണ് ക്ഷണിക്കുന്നത്. വഖാല ഫി സൂറത്തിൽ ഖസസ്, സൂറത്തുൽ ഖസസിൽ അള്ളാഹു പറഞ്ഞു വലാ തദ്ഉ മഅ അല്ലാഹി ഇലാഹൻ ആഖറ, അള്ളാഹുവിൻ്റെ കൂടെ വേറൊരു ഇലാഹിനെ വിളിക്കരുത്.